ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും എം പി ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മുസ്തഫ പുഞ്ചപ്പാടം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UPSC എക്സാമിനും അതുപോലെ തന്നെ KS പോലത്തെ മറ്റ് PSC എക്സാമുകൾക്കും വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ഒരു ഏരിയയാണ് 1857 റിവോൾട്ടുമായി ബന്ധപ്പെട്ടത്. 1857 റിവോൾട്ടും അതിന് മുമ്പ് ഉണ്ടായിരുന്ന ചില ചെറിയ ചെറിയ അപ്രൈസിങ്സും ചില റിവോൾട്ടുകളും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഓർഡർ ആദ്യം നമ്മൾ 1857 റിവോൾട്ടിന് മുന്നേയും ശേഷവുമായിട്ടുണ്ടായ മറ്റു ചെറിയ ലോക്കൽ ഏരിയയിൽ ഉണ്ടായിരുന്ന റിവോൾട്ടുകളും ആദ്യം നോക്കും. അതിനുശേഷം 1857 റിവോൾട്ടുമാണ് നോക്കുന്നത്. ഓരോ റിവോൾട്ടിൽ നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ. എവിടെ ഉണ്ടായി, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ലീഡർ ആരാണ്, എന്തായിരുന്നു പ്രധാനപ്പെട്ടതിൻ്റെ റീസൺ എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ അതിനു മുന്നേ ആയിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഉടൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഏർലി അപ്രൈസിങ്സ് ആണ് ഫസ്റ്റ് നോക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സന്യാസി റിബല്യനും അതുപോലെ തന്നെ ഫക്കീർ റിബല്യനും. അത് 70s ഉണ്ടാവുന്നത്. ഇതുണ്ടായിരുന്ന കാരണം മുമ്പ് ബ്രിട്ടീഷുകാർ അവിടെ ജമീന്ദാരി ആക്ടുകളും മറ്റും പെർമനന്റ് സെറ്റിൽമെന്റ് ആക്ടുകളൊക്കെ പാസ്സാക്കുന്നതിന് മുന്നേ ആയിട്ട് ലോക്കൽ ജമീന്ദാസിൻ്റെ അടുത്തു നിന്നും ഈ സന്യാസിമാർക്കും ഈ ഫക്കീസിനൊക്കെ ദാനധർമ്മങ്ങൾ കിട്ടിയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ബ്രിട്ടീഷുകാർ ഈ ആക്ട് പാസ്സാക്കിയോടുകൂടി അവരുടെ പെർമനന്റ് സെറ്റിൽമെന്റ് ഒക്കെ തുടങ്ങിയതോടുകൂടി അത് അവർക്ക് കിട്ടാതാവുകയാണ്. അതുപോലെ തന്നെ അവർക്ക് അവരുടെ പുണ്യസ്ഥലം സന്ദർശിക്കുന്നതിലും ചില റെസ്ട്രിക്ഷൻ ഇവർ കൊണ്ടുവരാണ്. അപ്പോൾ ഇതിനെതിരെ നടത്തിയ പ്രക്ഷോഭമാണ് ഈ സന്യാസി റിബല്യനൊക്കെ ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഫക്കീർ റിബല്യനായിട്ട് ഇതിൽ പ്രധാനമായിട്ടും വരുന്ന രണ്ട് ലീഡേഴ്സാണ് മജ്നൂം അലി ഷായും അതുപോലെ തന്നെ ചിരാഗ് അലി ഷായുമാണ്. ഇതിൽ ഹിന്ദു ലീഡേഴ്സിന് സപ്പോർട്ടും കിട്ടിയിട്ടുണ്ട്. ഭവാനി പതക്കിൻ്റെയും അതുപോലെ തന്നെ ദേവി ചൗധരി പോലത്തെ ഹിന്ദു ലീഡേഴ്സിന് സപ്പോർട്ടും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ബങ്കിം ചന്ദ്ര ചാറ്റാർജിയുടെ ആനന്ദ മതം എന്നുള്ളതും ഇത് സന്യാസി റിബല്യനുമാണ് ഇതിന്റെ തീം എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ബങ്കിം ചന്ദ്ര ചാറ്റാർജിയുടെ ആനന്ദ മതത്തിന്റെ തീം സന്യാസി റിബല്യാണെന്ന് അറിഞ്ഞിരിക്കുക. ഇതാണ് സന്യാസി റിബല്യൻ ഫക്കീർ മൂവ്മെന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അടുത്ത ഒരു പാഗൽ പാന്തീസ് എന്നുള്ളതാണ്. അതും ബംഗാൾ റീജിയനിൽ തന്നെയാണ് നടക്കുന്നത്. ഇതൊരു സെമി റിലീജിയസ് സെക്റ്റ് ആയിരുന്നു. ഹിന്ദുസും അതുപോലെ തന്നെ സൂഫിസും കൂടിയിട്ടുള്ള ഒരു സെമി റിലീജിയസ് സെക്റ്റാണ്. ഇവർ ഇൻഡോ ബർമ വാറൊക്കെ ഉണ്ടാകുമ്പോൾ അത് ഇവരുടെ ഏരിയ ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെതിരെയൊക്കെ ഇവർ പ്രതികരിക്കുന്നതാണ് ഈ പാഗൽ പാന്തീസ്. ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട ലീഡേഴ്സ് കരൺ ഷായും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകനായിരുന്ന ടിപ്പുവാണ് ഇതിന്റെ ലീഡേഴ്സായിട്ട് വരുന്നതാണ്. ഇവർ ബ്രിട്ടീഷുകാരുടെ പോളിസീസ് ബ്രിട്ടീഷുകാർക്കെതിരെയും അതുപോലെ തന്നെ ജമീന്ദാസിനെതിരെയും ഹൈ ടാക്സിനെതിരെയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവർ പ്രക്ഷോഭം നടത്തുന്നത് അതിന് വേണ്ടിയൊക്കെയാണെന്നുള്ളത് പറഞ്ഞിരിക്കുക. അടുത്തൊരു വഹാബി മൂവ്മെന്റ് ആണ് അടുത്തത്. അതുണ്ടാകുന്നത് പഞ്ചാബ് റീജിയനിലാണ്. അത് ലീഡറായിട്ട് വരുന്നത് സെയ്ദ് അഹമ്മദ് ബറേലിയാണ് ഇതിന്റെ ലീഡറായിട്ട് വരുന്നത്. ഇവർക്ക് ഇതിന്റെ ഇൻസ്പിറേഷൻ കിട്ടുന്നത് അതുപോലെ പ്രധാനമായിട്ടും അബ്ദുൽ വഹാബും അതുപോലെ തന്നെ ഷാ വലിയുള്ള തുടങ്ങിയ ലീഡേഴ്സിൻ്റെ അടുത്താണ് ഇതിനുള്ള ഇൻസ്പിറേഷൻ കിട്ടുന്നത്. ഇത് തുടക്കത്തിൽ റിവൈവലിസ്റ്റ് ആയിരുന്നു, ഇതിൻ്റെ ഒരു റിവൈവലിസ്റ്റ് മൂവ്മെന്റ് ആയിരുന്നു. പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഒരു പ്രീ ഇസ്ലാമിക് സ്റ്റേറ്റിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടിയൊക്കെ ശ്രമിക്കുന്നുണ്ട് ജനങ്ങളൊക്കെ എന്നുള്ളതാണ് ഈ വഹാബി മൂവ്മെന്റ് അറിഞ്ഞിരിക്കേണ്ടത്. അതാണ് ഫെർസായി മൂവ്മെന്റ്. അത് ഏകദേശം ഉണ്ടാകുന്നത് ഈസ്റ്റ് ബംഗാൾ റീജിയനിലാണ്. ഇതിന് ലീഡറായിട്ട് വരുന്നത് ഹാജി ശരിയത്തുള്ളാഹി അദ്ദേഹത്തിന്റെ മകനായിരുന്ന ദാദു മിയാനുമാണ് ഇതിന്റെ ലീഡേഴ്സായിട്ട് വരുന്നുള്ള അറിഞ്ഞിരിക്കുക. ഇതും ഒരു റിവൈവലിസ്റ്റ് മൂവ്മെന്റ് ആയിരുന്നു. അതുകൂടാതെ ബ്രിട്ടീഷിനെ എക്സ്പെൽ ചെയ്യാൻ വേണ്ടി ജമീന്ദാസിനെതിരെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഹൈ ടാക്സിനെതിരെയൊക്കെ ഇവർ പ്രക്ഷോഭം നടത്തുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അതാണ് ഇത് ഫർസായി മൂവ്മെന്റ്. അടുത്ത നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് കുക്ക റിവോൾട്ട് ആണ്. കുക്ക റിവോൾട്ട് പഞ്ചാബ് റീജിയനിൽ ഉണ്ടാവുന്നത് റിവൈവലിസ്റ്റ് മൂവ്മെന്റ് ആണെന്ന് അറിഞ്ഞിരിക്കുക. ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട രണ്ട് ലീഡേഴ്സാണ് ഭഗവത് ജവഹർ മഹലും അതുപോലെ തന്നെ ബാബ ബാലക് സിംഗുമാണ് ഇതിന്റെ ലീഡേഴ്സായിട്ട് വരുന്നത്. ഇതും തുടക്കത്തിൽ റിവൈവലിസ്റ്റ് ആയിരുന്നെങ്കിലും പിന്നീട് എന്ത് ചെയ്യുന്നു, മറ്റു കാര്യങ്ങളുടെ മുമ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്, പ്രതികരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ കാസ്റ്റ് ഡിസ്ക്രിമിനേഷനെതിരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിമൺ എംപവർമെന്റിനെതിരെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കുക്ക റിവോൾട്ടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞിരിക്കുക. അടുത്താണ് 1799 മുതലും ഒരു 1805 വരെ ഉണ്ടായിരുന്ന പോളിഗർ റിബല്യൻ. പോളിഗേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ആർമി ചീഫായിരുന്നു രാജ്യഭരണ കാലത്ത്. ഇവർക്ക് എന്ത് ചെയ്യാണ്, ഇവരുടെ ആർമി സർവീസിന് പകരമായിട്ട് ഇവർക്ക് ഭൂമിയാണ് കിട്ടിയിരുന്നത്, ലാൻഡാണ് കിട്ടിയിരുന്നത്. ഇത് ബ്രിട്ടീഷുകാർ വന്നതോടുകൂടി പല ഏരിയയിലും ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യാണ്, ഇത് നിർത്തലാക്കാണ്. അങ്ങനെ ഇതിനെതിരെ പ്രതികരിച്ച രണ്ട് പ്രധാനപ്പെട്ട ആളുകളെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഒന്ന് വീരപാണ്ഡി കട്ടബൊമ്മൈ നായകാണ്. ഒന്ന് ഇദ്ദേഹത്തെ ഹാങ് ചെയ്യുന്നുണ്ട് പബ്ലിക്കായിട്ട്. അതുപോലെ തന്നെ അടുത്തൊരാളാണ് കേരളത്തിലുണ്ടായിരുന്ന കേരളവർമ്മ പഴശ്ശി രാജ. ഈ രണ്ടുപേരെയാണ് ഇതിൽ പോളിഗർ റിബല്യനിൽ അറിഞ്ഞിരിക്കേണ്ട ആളുകൾ എന്നുള്ളതാണ്.
അടുത്താണ് രാമോസി അപ്രൈസിങ്. ഈ രാമോസി അപ്രൈസിങ് ഉണ്ടാകുന്ന ഏകദേശം 1822 അതുപോലെ 1825, 26 സമയത്താണ്. ഈ രാമോസീസ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് മറാത്ത കിങ്ങിന്റെ കീഴിൽ മിലിറ്ററിയിലും പോലീസിലൊക്കെ ഉണ്ടായിരുന്ന ആളുകളായിരുന്നു. ഈ മറാത്ത ബ്രിട്ടീഷ് ബോംബെയോട് കൂടി കൂട്ടിച്ചേർത്തോടു കൂടി ബ്രിട്ടീഷ് അനക്സ് ചെയ്ത് അത് ബോംബെയോട് കൂടി കൂട്ടിച്ചേർത്തോടു കൂടി എന്താണ് ഇവർക്ക് ജോലി നഷ്ടപ്പെട്ടാണ്. അങ്ങനെ ഇവരെന്ത് ചെയ്യാണ് റിബല്യൻ നടത്തുകയാണ്. ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഡെക്കാനൊക്കെ പ്ലണ്ടർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട ലീഡറാണ് ചിറ്റൂർ സിംഗ് ആണ്. ഇത് ബ്രിട്ടീഷുകാർ അടിച്ചമർത്തുന്നുണ്ട്. പിന്നെ തുടർന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഇവർക്ക് പോലീസിലൊക്കെ ഹിൽ പോലീസിലൊക്കെ റിക്രൂട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലാൻഡ് റൈറ്റ്സ് ഒക്കെ കൊടുക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ തയ്യാറാവുന്നുണ്ട്. അങ്ങനെയാണ് രാമോസി അപ്രൈസിങ് നടത്തുന്നതെന്ന് മനസ്സിലാക്കുക. 1822, 25, 26 സമയത്തൊക്കെയാണ് ഇത് ഉണ്ടാവുന്നത്, അറിഞ്ഞിരിക്കാം. അടുത്താണ് ഗാഡ്കരി അപ്രൈസിംഗ് ആണ്. ഗാഡ്കരി അപ്രൈസിംഗ് ഈ ഗാഡ്കരീസും അതുപോലെ തന്നെ മറാത്ത ഫോർട്ടിലൊക്കെ ജോലി ചെയ്തിരുന്ന ആളുകളായിരുന്നു. ഇതിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ലീഡറാണ് ദാജി കൃഷ്ണ പണ്ഡിറ്റാണ് ഇതിന്റെ ലീഡർ എന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഇനി അടുത്ത ട്രൈബൽ അപ്രൈസിങ്സ് ആണ്. ഇപ്പൊ നമ്മൾ കുറച്ച് മറ്റുള്ള അപ്രൈസിങ്സ് ആണ് പറഞ്ഞത്. ഈ ട്രൈബൽ അപ്രൈസിങ്സ്, ഈ ട്രൈബൽ അപ്രൈസിങ്സ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഒന്ന് ബ്രിട്ടീഷുകാരുടെ ലാൻഡ് പോളിസീസ് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ നോൺ ട്രൈബേഴ്സ് വന്ന് ബ്രിട്ടീഷ് ഈ ട്രൈബൽ ഏരിയയിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിന് കാരണമാവുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൈവറ്റ് ലാൻഡ് എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നതിന് കാരണമാവുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാരണമായിട്ട് പറയാൻ പറ്റുന്നത് ബ്രിട്ടീഷുകാർ അമിതമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവരെ റൈറ്റ്സുകളും ഫോറസ്റ്റും കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതും ഈ ട്രൈബൽ മൂവ്മെന്റ് ഉണ്ടാവാൻ വേണ്ടി കാരണമാവുന്നതാണ്. അത് പ്രധാനമായിട്ട് നമ്മളൊരു 4-5 അപ്രൈസിങ് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ബിൽ അപ്രൈസിങ്. 1817 and 19 സമയത്ത് ഉണ്ടാവുന്നതാണ് ബിൽ അപ്രൈസിങ്. ഇത് ഗോവിന്ദ് ഗുരു ആണ് ഇതിന്റെ എന്ത് ചെയ്യുന്നത്, ലീഡറായിട്ട് വരുന്നത്. ഇത് മഹാരാഷ്ട്ര റീജിയനിലാണ് ഉണ്ടാവുന്നത്, അറിഞ്ഞിരിക്കുക. അടുത്തൊരു കോൾമൂട്ടിനി റാഞ്ചി റീജിയനിലാണ് ഉണ്ടാവുന്നത്. ഇത് ബുദ്ധ ഭഗതും അതുപോലെ തന്നെ ജോവ ഭഗതുമാണ് ഇതിന്റെ ലീഡേഴ്സ് ആയിട്ട് വരുന്നത്, അറിഞ്ഞിരിക്കുക. ഇവർക്കും ഇവരെ റൈറ്റ്സ് ഒക്കെ ഇവരെ ലാൻഡ് മറ്റുള്ളവർക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെതിരെയായിട്ട് വന്ന മ്യൂട്ടിനിയാണ് കോൾ മ്യൂട്ടിനി. 1832 അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്താണ് കാസി അപ്രൈസിംഗ് ആണ്. കാസി മേഘാലയ റീജിയനിലാണ്. അവരുടെ റീജിയനിലൂടെ റോഡ് നിർമ്മിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ ശ്രമിച്ചതാണ് ഇവിടെ ഒരു മ്യൂട്ടിനി ഉണ്ടാവാനുള്ള കാരണം എന്ന് അറിഞ്ഞിരിക്കുക. അതിൽ ലീഡറായിട്ട് വരുന്നത് തീർത്ഥ സിംഗ് ആണ് ലീഡറായിട്ട് വരുന്നത്, അറിഞ്ഞിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ അടുത്താണ് കോണ്ട് അപ്രൈസിംഗ്. 1837, 56 സമയത്താണ് വരുന്നത്. ഇത് കോൺസിന്റെ ഇടയിൽ ഉണ്ടായിരുന്ന ഹ്യൂമൻ സാക്രിഫൈസിനെതിരേക്ക് എന്ത് ചെയ്യാണ് ഇവര് ബ്രിട്ടീഷുകാർ അത് സപ്രസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതും അതുപോലെ തന്നെ ചില ന്യൂ ടാക്സുകളൊക്കെ ഇവരെ മേൽ ഇമ്പോസ് ചെയ്തതൊക്കെയാണ് എന്ത് കോണ്ട് അപ്രൈസിംഗ് ഉണ്ടാവാനുള്ള കാരണം. ഇവർ തമിഴ്നാട് ടു ബംഗാൾ റീജിയനിൽ വരെയൊക്കെ ഹിൽ ഏരിയയിൽ വ്യാപിച്ചിറക്കുന്ന ഒരു ട്രൈബ് ഗ്രൂപ്പാണ് ഈ കോണ്ട് ഗ്രൂപ്പ് എന്നുള്ളത്. ഇതിന്റെ ലീഡറായിട്ട് പറയാൻ പറ്റുന്നത് ചക്ര ബിസോയി ആണ്. ഇതിന്റെ ലീഡർ ചക്ര ബിസോയിയാണ് കോണ്ട് അപ്രൈസിംഗ് നടക്കുന്നത്. വർഷം 37, 56 സമയത്തൊക്കെയാണ് ഉണ്ടാവുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട റിബല്യനാണ് സന്താൾ റിബല്യൻ. സന്താൾ ഹൂൾ എന്നൊക്കെ പറയാൻ പറ്റും. സിദ്ധു കാനുവാണ് ഇതിന്റെ ലീഡേഴ്സായിട്ട് വരുന്നത്. ഈ സന്താൾ പർഗാനയിലൊക്കെ മറ്റു സന്താൾ അല്ലാത്ത നോൺ ട്രൈബ്സ് ആളുകൾക്ക് വന്ന് ഇവരുടെ റൈറ്റ്സ് ഒക്കെ നഷ്ടപ്പെടാൻ, ഭൂമിക്ക് നഷ്ടപ്പെടാണ്. ഇതിനെതിരെയൊക്കെയാണ് ഇവരെന്ത് ചെയ്യുന്നത്, പ്രതികരിക്കുന്നത്. ഇതിന്റെ ഒബ്ജക്റ്റീവ് ഉണ്ടായിരുന്നത് ദിക്കൂസിനെ എന്ത് ചെയ്യുക, ഇവിടുന്ന് പുറത്താക്കുക എന്നുള്ളതാണ്. ദിക്കൂസ് എന്ന ഔട്ട്സൈഡേഴ്സിനെ പുറത്താക്കാൻ വേണ്ടിയും അതുപോലെ തന്നെ ഒരു സ്വന്തമായിട്ടുള്ള ഒരു ഓൺ കിങ്ഡം സ്ഥാപിക്കാൻ വേണ്ടിയായിരുന്നു. അഥവാ ദാമൻ ഈ കോ എന്ന് പറയും. ഇങ്ങനെ ഒരു കിങ്ഡം സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഈ സന്താൾ ഹൂൾ ഉണ്ടായിരുന്നത്. ഇത് സപ്രസ് ചെയ്യുന്നതിന് ബ്രിട്ടീഷുകാർ ഇതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, സന്താൾ ടെനൻസി ആക്ട് ഒക്കെ പാസ്സാക്കുന്നില്ല, അറിഞ്ഞിരിക്കുക. അത് 1855, 56 സമയത്താണ് സന്താൾ റിബല്യൻ നടക്കുന്നത്, അറിഞ്ഞിരിക്കുക. അടുത്തൊരു റിബല്യനാണ് കോയ റിബല്യൻ. 1879, 80 സമയത്ത് ഉണ്ടാവുന്ന റിബല്യനാണ്. ഇത് ലീഡർ തോമസ് ഓറയാണ്. ഇതിന്റെ ലീഡർ തോമസ് ഓറയാണ്. ഇതിലും കസ്റ്റമറി റൈറ്റ്സ് കിട്ടാൻ വേണ്ടി ആണ്. ഏകദേശം ഈസ്റ്റേൺ ഗോദാവരി, ആന്ധ്രാപ്രദേശ്, ഒറീസ റീജിയനിലൊക്കെയാണ് ഈ കോയ റിബല്യൻ നടക്കുന്നത്, അറിഞ്ഞിരിക്കുക. അടുത്താണ് മുണ്ട റിബല്യൻ. 1879 മുതലാണ് നടക്കുന്നത്. ഇതിന്റെ ലീഡർ ബിർസ മുണ്ടയാണെന്നുള്ള അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇവരും ഫാമിംഗ് റൈറ്റ്സ് കിട്ടാൻ വേണ്ടി നടത്തിയതാണ് ഈ മുണ്ട റിബല്യൻ. 1780 സമയത്തൊക്കെയാണ് ഉണ്ടാവുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞ കുറച്ച് ട്രൈബൽ റിവോൾട്ടാണ് പറഞ്ഞത്. ഇനി നമുക്ക് ഒരു 3 പെസൻ റിവോൾട്ടും നോക്കേണ്ടതുണ്ട്. 1857 റിവോൾട്ടിന് മുന്നായിട്ട് അതിൽ പ്രധാനപ്പെട്ട റിബല്യാണ് ഇൻഡിഗോ റിബല്യൻ. 1860 ഉണ്ടാവുന്ന ഇൻഡിഗോ റിബല്യനാണ് ബംഗാൾ റീജിയനിൽ ഉണ്ടാവുന്നത്. ഇത് അവിടുത്തെ ബ്രിട്ടീഷ് യൂറോപ്യൻ പ്ലാന്റേഴ്സും ഒക്കെ കൂടിയിട്ട് എന്ത് ചെയ്യാണ് ഈ പെസൻസിനെ കൊണ്ട് ഫോഴ്സ്ഫുള്ളി കോൺട്രാക്ട് ചെയ്യിപ്പിച്ച് അവിടെ ഭൂമിയിൽ ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് ഇതിന് കാരണമാവുന്നത്. കുറഞ്ഞ പൈസക്ക് അവരെന്ത് ചെയ്യാണ് കുറഞ്ഞ എമൗണ്ട് കോൺട്രാക്ട് നടത്തിയിട്ട് അവിടെ ഇൻഡിഗോ കൾട്ടിവേറ്റ് വേണ്ടി ശ്രമിച്ചതാണ്. ഇതിനെതിരെയാണ് എന്ത് ചെയ്യുന്നത് ഈ റിബല്യൻ ഉണ്ടാവുന്നത്. ഈ പെസൻസ് ഇത് കോൺട്രാക്ട് ചെയ്തെടുക്കാൻ വേണ്ടി തയ്യാറാവാതിരിക്കുകയാണ്. അതുപോലെ തന്നെ
ഇതിന് ചില മിഡിൽ ഇൻ്റലിജൻസിൻ്റെ സപ്പോർട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ബ്രിട്ടീഷ് പെസൻസിന് കിട്ടുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട അവരുടെ റൈറ്റ്സിങ്സിലും ഒക്കെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പ്രധാനപ്പെട്ട 2 സപ്പോർട്ടാണ് ഹിന്ദു പാട്രിയോട്ട് ഹരീഷ് ചന്ദ്ര മുഖർജിൻ്റെ, അത് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നീൽ ദർപ്പൺ, ദീൻബന്ധു മിത്രൻ്റെ നീൽ ദർപ്പണൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഇങ്ങനെ അതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, 1860 ഇൻഡിഗോ കമ്മീഷൻ വരുന്നുണ്ട്. അങ്ങനെ ഇവരെ ഫോഴ്സ്ഫുള്ളായിട്ട് കോൺട്രാക്റ്റ് ഒപ്പിടിക്കാൻ പാടില്ല എന്നുള്ള റെക്കമെൻഡ് എന്ത് ചെയ്യുന്നത്, ഈ ഇൻഡിഗോ കമ്മീഷൻ കൊടുക്കുന്നതാണ്. അതാണ് ഇൻഡിഗോ റിബലിനെ അറിഞ്ഞിരിക്കേണ്ടത്, ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട് UPSC. അടുത്താണ് പബ്ന അപ്രൈസിങ്. 1875-85 സമയത്താണ് ഈ പബ്ന അപ്രൈസിങ് ഉണ്ടാകുന്നത്. അതും ഈസ്റ്റ് ബംഗാളിലാണ്. നമ്മൾ ഇൻഡിഗോ റിബലിൻ പറഞ്ഞ ഈസ്റ്റ് ബംഗാളിലാണ്, ഈ പബ്ന അപ്രൈസിങ് ഉണ്ടാകുന്നത് ഈസ്റ്റ് ബംഗാളിൽ തന്നെയാണ്. അത് ഒരു ആക്ട് 10 എന്നുള്ള ഒരു ആക്ട് പ്രകാരം ജമീന്ദാസ് ഈ പെസൻസിനെ അവരുടെ ഭൂമി ഒഴിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചതും അവർ ഫോഴ്സ്ഫുള്ളായിട്ട് അവരുടെ ക്രോപ്സൊക്കെ പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിച്ചതിനെതിരെ ഈ പെസൻസ് ഉണ്ടാക്കുന്ന റിവോൾട്ടാണിത്. ഇതിൻ്റെ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ പെസൻസ് ലീഗലായിട്ടുള്ള മാർഗത്തിലൂടെയാണ് ഇതിനെതിരെ പ്രക്ഷോഭം നടത്തുന്നതാണ്. കുറഞ്ഞ തോതിൽ മാത്രമേ വയലൻസ് നടക്കുന്നുള്ളൂ. ലീഗലായിട്ട് നടത്തുന്ന കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ സൈലൻ്റ് ആയിരിക്കുകയാണ്. ഈ വയലൻറ്റ് ആയിട്ടുള്ള അപ്രൈസിങ്ങിൽ മാത്രമേ ബ്രിട്ടീഷുകാർ സപ്രസ് ചെയ്യുന്നുള്ളൂ. ഇതിലും എന്ത് ചെയ്തിട്ടുണ്ട്, മിഡിൽ ക്ലാസ് ഇൻ്റലിജൻസിൻ്റെ സപ്പോർട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. RC ദത്ത് അതുപോലെ തന്നെ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഒക്കെ സപ്പോർട്ട് ഇതിൽ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിന് ശേഷം ബംഗാൾ ടെനൻസി ആക്ട് ഒക്കെ പാസ്സാക്കുന്നുണ്ടല്ലോ അറിഞ്ഞിരിക്കാം. പബ്ന അപ്രൈസിംഗ് ആണ്. അടുത്താണ് ഡക്കാൻ അപ്രൈസിംഗ്. ഡക്കാനിൽ റൈറ്റ് വാരി, ഇത് 1875 കേട്ടോ, അറിഞ്ഞിരിക്കണം. 1875 ഈ ഡക്കാനിൽ റൈറ്റ് വാരി സിസ്റ്റം നടപ്പിലാക്കിയത് കൂടി എന്ത് ചെയ്യാണ്, കർഷകർ അമിതമായിട്ടുള്ള ഹൈ ടാക്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. കർഷകർക്ക് എന്ത് ചെയ്യാണ്, അതിനനുസരിച്ചുള്ള ക്രോപ്പ് കിട്ടാതിരിക്കുകയും വിള കിട്ടാതിരിക്കുകയും ഇവർ മണി ലെൻഡേഴ്സിൻ്റെ അടുത്ത് പോയി കടം വാങ്ങേണ്ട അവസ്ഥയാണ്. അങ്ങനെ വലിയ കടം കൂടി വരികയും അങ്ങനെ ഉണ്ടാകുന്ന അപ്രൈസിംഗ് ആണിത്. ഇവർ മണി ലെൻഡേഴ്സിനെ ബോയ്ക്കോട്ട് ചെയ്യാണ്. അതുപോലെ തന്നെ മണി ലെൻഡേഴ്സിൻ്റെ റെക്കോർഡ്സ് ഒക്കെ എടുത്ത് കത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു സംഘടനയാണ്, ഇതിൽ സഹകരിച്ച സംഘടനയാണ് പൂന സാർവജനിക സഭ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ സഹകരിക്കുന്നില്ല അറിഞ്ഞിരിക്കാം. ഇതിന് ശേഷം കൊണ്ടുവരുന്ന ഒരു ആക്ടാണ് ഡക്കാൻ അഗ്രികൾച്ചർ റിലീഫ് ആക്ട് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, 1879 ബ്രിട്ടീഷുകാർ ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഡക്കാൻ അപ്രൈസിംഗ് ഉണ്ടാവുന്നത് 1875 അറിഞ്ഞിരിക്കാം. ഇതാണ് 1857 റിവോൾട്ടിന് മുന്നായിട്ടുള്ള പ്രധാനപ്പെട്ട റിവോൾട്ട്സുകളാണ് നമ്മൾ പറഞ്ഞത്. പെസൻസ് റിവോൾട്ടുകളും അതുപോലെ തന്നെ ട്രൈബൽ റിവോൾട്ടുകളും. ഇനി പറയാനുള്ള 1857 റിവോൾട്ടാണ്. മറ്റുള്ള റിവോൾട്ട് എന്നൊക്കെ 1857 റിവോൾട്ടിനെ വ്യത്യസ്തമാക്കുന്നത്, ഇത് വലിയ തോതിലുള്ള പാർട്ടിസിപ്പേഷൻ അതുപോലെ തന്നെ കൂടുതൽ ഏരിയയിലേക്കും വ്യാപിച്ചു എന്നുള്ളതാണ്. ഇന്ത്യ ഒട്ടാകെ ഇല്ലെങ്കിലും ഇന്ത്യയുടെ വലിയൊരു ഏരിയയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് സ്പ്രെഡ് ചെയ്യുന്നുള്ളതാണ്. ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ഏരിയകൾ നമുക്ക് പറയാൻ പറ്റുന്നത് പഞ്ചാബ്, സെൻട്രൽ പ്രൊവിൻസ്, അതുപോലെ തന്നെ ബോംബെ, മദ്രാസ് റെജിമെന്റ്സ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല എന്നുള്ള അറിഞ്ഞിരിക്കാം. ഇനി 1857 റിവോൾട്ട് ഉണ്ടാവാൻ എന്തൊക്കെ കാരണമായി, ധാരാളം കാരണങ്ങൾ പറയുന്നുണ്ട്. പ്രധാനമായിട്ട് നമുക്ക് റിലീജിയസ്, പൊളിറ്റിക്കൽ, അതുപോലെ തന്നെ എക്കണോമിക്കൽ, മിലിറ്ററി, ജമീന്ദാസ്, ഇങ്ങനെ റീസൺസ് ആയിട്ട് തിരിക്കാൻ പറ്റും. അതിൽ റിലീജിയസ് ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ, അവർ കൊണ്ടുവന്ന പല റിഫോംസുകളാണ്. സതി നിർത്തലാക്കിയത്, അതുപോലെ തന്നെ വിഡോ റീമാരേജ് ആക്ട് പാസ്സാക്കിയത്, അതുപോലെ തന്നെ 1813 മുതൽ ഇവിടെ മിഷണറിമാർ വന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയത്, ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ തുടങ്ങിയത്. അത്തരം കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, പ്രധാനമായിട്ടും ഇതിൻ്റെ റിലീജിയസ് റീസൺസ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ മറ്റവരുടെ കൊണ്ടുവന്ന റിലീജിയനായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന ആക്ടുകളൊക്കെ ഇതിന് കാരണമാകുന്നുണ്ട്. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നതാണ് എക്കണോമിക് കോസ്റ്റ് ആണ്. ഇവിടെ ഡ്രെയിൻ ഓഫ് വെൽത്ത് ഉണ്ടാവുന്നുണ്ട്, കോട്ടേജ് ഇൻഡസ്ട്രീസ് തകരുന്നുണ്ട്, അതുപോലെ തന്നെ അഗ്രികൾച്ചർ മേഖല തകരുന്നുണ്ട്. തുടങ്ങിയ കാരണങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്കണോമിക് കോസ്റ്റ് ആയിട്ട് പറയാൻ പറ്റും. അതുപോലെ തന്നെ മിലിറ്ററി റീസൺ ആയിട്ട് പറയാൻ പറ്റും. മിലിറ്ററി ഉണ്ടായിരുന്ന ഡിസ്ക്രിമിനേഷൻ ആണ്. അതുപോലെ തന്നെ ഇവരുടെ കാസ്റ്റിൻ്റെയും റിലീജിയസിൻ്റെയും ഒക്കെ പല ആചാരങ്ങളും അതിൽ നടത്താൻ പറ്റാത്ത പ്രശ്നങ്ങൾ വന്ന്, അതുപോലെ തന്നെ ജനറൽ സർവീസ് എൻ്റർടൈൻമെൻറ്റ് ആക്ട് പാസ്സാക്കിയത് പ്രകാരം ഏതൊരാളും സമുദ്രം കടന്നൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, ജോലി ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ അത് കടന്ന ചില റിലീജിയനിൽ ചില കാസ്റ്റുകൾക്ക് എന്ത് ചെയ്യുക, അവരുടെ കാസ്റ്റിൽ നിന്ന് പുറത്താവുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവുന്നതിനും. അപ്പോൾ ഇതും റിലീജിയസ് അഥവാ മിലിറ്ററി കോസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അടുത്തതാണ് പൊളിറ്റിക്കൽ റീസൺ ആയിട്ട് ഇതുപോലെ അനക്സേഷൻ പോളിസി, അതുപോലെ തന്നെ ഡൽഹൌസിയുടെ ഡോക്ട്രിൻ ഓഫ് ലാപ്സ്, ദത്തവകാശ നിരോധന നിയമപ്രകാരമൊക്കെ ഓരോ നാട്ടുരാജ്യങ്ങൾ പിടിച്ചടക്കിയതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, പൊളിറ്റിക്കൽ റീസൺ ആയിട്ട് പറയാൻ പറ്റും. അതുപോലെ തന്നെ ജമീന്ദാസിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ, ജമീന്ദാസിൻ്റെ എക്സ്പ്ലോയിറ്റേറ്റീവ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ജമീന്ദാസിന് പലപ്പോഴും ഭൂമി നഷ്ടപ്പെട്ടത് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ റീസൺസ് ആയിട്ട് വന്നു എന്നുള്ളതാണ്. പിന്നെ ഇമ്മീഡിയറ്റ് കോസ് ആയിട്ട് വരുന്നത് എൻഫീൽഡ് റൈഫിൾസ്
പുതുതായിട്ട് എന്ത് ചെയ്യുക മിലിറ്ററി ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അതിൽ പന്നിയുടെയും പശുവിൻ്റെയും നെയ്യ് കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയതായിരുന്നു. ഇത് രണ്ട് മുസ്ലിംസിൻ്റെയും ഹിന്ദുസിനെ ഒരേ സമയം എന്ത് ചെയ്യാണ് വ്രണപ്പെടുന്ന രീതിയിലുണ്ടായിരുന്ന ഈ പോളിസിയാണ് പെട്ടെന്ന് ഇങ്ങനെ റിവോൾട്ട് ഉണ്ടാകാനുള്ള കാരണം. അപ്പോൾ റിവോൾട്ടിൻ്റെ ഒരു കോസ് എങ്ങനെ നടക്കുന്നത്, ഈവൻസ് നടക്കുന്നത് പറയാൻ പറ്റും. മീററ്റിലാണ് എന്ത് ചെയ്യുന്നത് ഇത് തുടങ്ങുന്നത്. ശേഷം മീററ്റിന് സിപ്പോയിസ് ഡൽഹിയിലോട്ട് പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ബഹദൂർ ഷാ സഫറിനെ അല്ലെങ്കിൽ ബഹദൂർ ഷാ സെക്കൻഡിനെ എന്ത് ചെയ്യുന്നുണ്ട് ഇന്ത്യയുടെ എംപറായിട്ട് പ്രഖ്യാപിച്ച് അദ്ദേഹത്തിന് കീഴിലാണ് എന്ത് ചെയ്യുന്നത് പിന്നെ എന്ത് ചെയ്യും ഇന്ത്യ മൊത്തം റിവോൾട്ട് നടത്താൻ വേണ്ടി തയ്യാറാവുന്നത്. അതുപോലെ തന്നെ ഇത് ഓരോ റീജിയനിലും ഓരോ ആളുകളാണ് ലീഡ് ചെയ്യുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ അറിഞ്ഞിരിക്കണം. ഓരോ റീജിയനിൽ ആരാണ് ലീഡ് ചെയ്തത്, സെൻറ്റർ ഓഫ് റിവോൾട്ട് അവിടുത്തെ ലീഡ് ചെയ്ത ആളുകളും അറിഞ്ഞിരിക്കണം.